നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള വിഷയങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ ഗവർണറെ വന്നതിന് ശേഷവും തുടക്കത്തിൽ അത് വളരെ സ്മൂത്ത് ആയിരുന്നു എങ്കിലും പോകെ അത് വീണ്ടും പ്രശ്നകലുഷിതമാവുകയായിരുന്നു. SFI അതിൽ ഇടപെട്ടതും നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതും എല്ലാം കേരളം കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കേരള സർക്കാർ ഗവർണറുമായി ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ കാണാനിരിക്കുകയാണ്. അതായത് ഇനിയും ഗവർണറുമായി പിണങ്ങി നിന്നാൽ അത് സർക്കാരിന് അത്ര നല്ലതല്ല എന്ന ഒരു പൂർണ്ണമായ ഒരു ബോധ്യപ്പെടലിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ അല്ലെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. അതെ പ്രീത, കഴിഞ്ഞ ഗവർണറും ഇപ്പൊ വന്നിട്ടുള്ള പുതിയ ഗവർണറും, രണ്ട് ഗവർണർമാരും സർക്കാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും സർവകലാശാലകളും തമ്മിൽ വലിയ തരത്തിലുള്ള ശീതസമരം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സർവകലാശാലകളിലെ ചില മോശം പ്രവണതകൾ ചൂണ്ടിക്കാട്ടുകയും സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന രംഗത്ത് വരികയും ചെയ്തതോടെയാണ് ഈ പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞു തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ സർക്കാരും അതുപോലെ തന്നെ ഗവർണറും തമ്മിൽ ഈ തരത്തിലുള്ള പല ശീതസമരങ്ങളും നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ച എന്നോണമാണ് അടുത്ത കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. രാജ്ഭവനിൽ ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഭാരതാംബയുടെ ചിത്രം എവിടെയൊക്കെ വെക്കുന്നോ അവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കാം, അല്ലെങ്കിൽ അത് മുതലെടുപ്പ് നടത്താം എന്ന് ചിന്തിച്ച SFIയുടെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. SFI എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടുമായി രംഗത്ത് വന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. കാരണം ഈ പരിപാടിയിൽ ഇത് ഒരു പൊതു പരിപാടിയായിരുന്നു. അത് മറ്റൊരു സംഘടന നടത്തിയ പരിപാടിയാണ്. സെനറ്റ് ഹോൾ അവർ ബുക്ക് ചെയ്തിരുന്നു. ആ സെനറ്റ് ഹോൾ ബുക്ക് ചെയ്ത് അവിടെ ഭാരതാംബയെ വെക്കരുത് പറയാനുള്ള യാതൊരു അവകാശവും ഇവിടെ യൂണിവേഴ്സിറ്റിക്കോ രജിസ്ട്രാർക്കോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആർക്കുമോ ഉണ്ടായിരുന്നില്ല. അവിടെ ഗവർണർ പങ്കെടുക്കുന്ന വേറൊരു സംഘടനയുടെ പരിപാടികൾ നടക്കുന്ന അവിടെ അതിന്റെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് കേരളത്തിലെ സർക്കാരോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ അല്ല. അവിടെ ചെല്ലേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പ്രൈവറ്റ് സംഘടന നടത്തുന്ന പരിപാടിയിൽ അവരെന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനം, ഇപ്പോ അത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഇടപെടണമെങ്കിൽ ഇടപെടാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടാൻ മാത്രമാണ്. ഒരു സംഘടന അവിടെ മര്യാദയ്ക്ക് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് മതചിഹ്നമാണ് എന്ന വാദം ഉയർത്തി കാണിച്ചുകൊണ്ട് ഗവർണർ എത്തും മുമ്പ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് പരിപാടി റദ്ദ് ചെയ്തു എന്ന് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് അത് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു മെയിൽ അയക്കുക, എന്നിട്ട് അവിടെ SFIക്കാരെ നിർത്തി തടയുക. ഇതൊക്കെ യൂണിവേഴ്സിറ്റി കാണിച്ച അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ കാണിച്ചിട്ടുള്ള ആ മര്യാദക്കേടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടിയെ അംഗീകരിക്കാതെ കോടതിയിലേക്ക് പോവുകയും കോടതിയിൽ നിന്ന് ഹർജി പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഹർജി പിൻവലിച്ചത്. ഇനി ഹർജി പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ശേഷവും പിന്നീട് മോഹൻ കുന്നുമ്മലിനെ അടക്കം ആ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്ക് കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് SFI വലിയ രീതിയിൽ സമരം നടത്തിയിരുന്നു. എന്നാൽ തന്നെ മോഹൻ കുന്നുമ്മൽ അവിടെ എത്തുകയും ചെയ്തു, മന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അനിൽകുമാറിന്റെ ആ സസ്പെൻഷൻ നടപടി അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വളരെ കൃത്യമായ തന്നെ നിലപാട് മോഹൻ കുന്നുമ്മൽ എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കോടതിയിലേക്ക് പോയാലും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് തീർച്ചയായും ഇപ്പോൾ ഗവർണറെ കാണാൻ മുഖ്യമന്ത്രി ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി VCയുമായി ചർച്ച നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഏതായാലും യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന മോശം പ്രവണതയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുക്കുന്നു എന്ന് കഴിഞ്ഞ ഗവർണറും ഈ ഗവർണറും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ആ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഇനിയുമുള്ള കാലം SFIക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നേരത്തെയൊക്കെ യൂണിവേഴ്സിറ്റികൾ നമുക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പല പ്രവണതകളും യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. കോളേജുകളിലെ മാർക്ക് ലിസ്റ്റ് അടക്കം നിർത്തുന്നതും ഡോക്ടറേറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു വലിയ വിവാദങ്ങൾ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പലപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ ഒരു പക്ഷേ വൈസ് ചാൻസലർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ കൂടി രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി പോകുന്നതുകൊണ്ട് അവർ ഭരണത്തിന്റെ തണലിലിരിക്കുന്ന ആൾക്കാരായി പോകുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. പുറത്തു വന്നാൽ തന്നെ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഓരോ വിഷയവും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതായത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടണമെങ്കിൽ ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ഗവർണർ പറയുന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ തീർച്ചയായും വരുന്ന ഫണ്ടുകൾ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഇല്ലാതാക്കാനുള്ള ശ്രമം ആണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥയിലേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ രാജേന്ദ്ര ആർലേക്കറെ മുഖ്യമന്ത്രി കാണും, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന പ്രത്യാശയാണ് എല്ലാവർക്കും ഉള്ളത്. സമവായത്തിൽ
സമരത്തിന് ഒരുങ്ങുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. എന്നാൽ ഏത് തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനായിരിക്കും ഇനി കളമൊരുങ്ങുക? തീർച്ചയായും അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി, ആ നടപടി നിലനിർത്തണമെന്ന ആവശ്യം തന്നെയാണ് മോഹൻ കുന്നമ്മൽ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഈ കാര്യത്തിൽ ശരിയായ പാത VC-യുടേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അനിൽകുമാർ യാതൊരു കാരണവും കൂടാതെ രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിക്കൊണ്ട് ഇടപെട്ട ഒരു നടപടിയാണ്. പുറത്തു നടക്കുന്ന ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ സെനറ്റ് ഹോൾ വാടകയ്ക്ക് എടുത്തു എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു പരിപാടിയിൽ ഇടപെടാനേ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ അയക്കുന്നത്? അത് ശരിക്കും നിയമവിരുദ്ധമായ കാര്യം തന്നെയാണ്. കോടതിയിൽ പോയാലും ഇത് തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണ് എന്ന തിരിച്ചറിവ് ഇവർക്കുണ്ട്. കാരണം കൃത്യമായി തന്നെ അവിടെ നേരത്തെയും ഇതുപോലെ തന്നെ ഇനി മതപരമായ വിഷയങ്ങൾ കാട്ടിക്കൊണ്ടാണെങ്കിൽ തീർച്ചയായും അതിനു മുമ്പ് നടന്നിട്ടുള്ള ക്രിസ്മസ് കരോൾ അടക്കമുള്ള പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പല വട്ടങ്ങളിൽ. അപ്പോൾ സെനറ്റ് ഹാളിൽ അത്തരത്തിലുള്ള കുരിശും ക്രിസ്തുവിനെയും ക്രിസ്തു രൂപവും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മതപരമായ വിഷയങ്ങൾക്ക് നൽകില്ല, അല്ലെങ്കിൽ അത്തരത്തിലാണെങ്കിൽ മതപരമല്ല. യഥാർത്ഥത്തിൽ ഭാരതാംബ സങ്കല്പം തന്നെ മതപരമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഭാരതം എന്ന സങ്കല്പത്തെ, ആ സങ്കല്പവുമായി ബന്ധപ്പെട്ടുള്ള ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ മതപരമാണെന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ മതപരമായ വിഷയമാണ് എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത്തരം ഒരു പ്രശ്നത്തിൽ ഇടപെടുക വഴി കൃത്യമായ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു അനിൽകുമാർ എന്ന് വ്യക്തമാവുകയാണ്. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി ആദ്യഘട്ടത്തിൽ അംഗീകരിക്കാൻ CPM-ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ നാണക്കേടുണ്ടായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അവർ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തിയത്. സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തി രജിസ്ട്രാർ വീണ്ടും അവിടെ നിയമിതനാകുന്ന രീതിയിലുള്ള സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അദ്ദേഹത്തെ വീണ്ടും അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. അത് നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പോൾ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരം സാഹചര്യം ഒക്കെ ഉണ്ടായപ്പോൾ പോലും വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് VC-യും ഗവർണറും നിന്നു. നിയമ നടപടിയെങ്കിൽ നിയമ നടപടി എന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് തീരുമാനിച്ചു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു സമവായം എന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമവായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, മുന്നോട്ട് വെക്കാവുന്ന വിഷയം ഇത് തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിനും വഴങ്ങാനുള്ള സാധ്യത ഗവർണറോ VC-യോ ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.